നമസ്കാരം എല്ലാ കുട്ടികൾക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള എൻട്രൻസ് സ്കീം മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്റ്റ് ഇതിലേക്കുള്ള അഡ്മിഷൻ കേരളത്തിലെ ഏകദേശം 173 കോളേജസ്, ഗവൺമെൻറ്റും പ്രൈവറ്റും ഉൾപ്പെടെയുള്ള കോളേജസിലേക്കുള്ള അഡ്മിഷൻ നമുക്ക് എൻട്രൻസ് സ്കീം വഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് അതിന് വൻ മാറ്റങ്ങളുമായിട്ടാണ് ഈ വർഷം വരുന്നത്. നമ്മുടെ ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഫുള്ളി ബേസ്ഡ് ഓൺ എൻട്രൻസ് റാങ്ക് ലിസ്റ്റാണ്. പ്രൈവറ്റ് ആകുമ്പോൾ 50% ആണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും, മറ്റേതൊരു 50% അവിടെ മാനേജ്മെൻറ്റ് കോട്ടയിലായിട്ടായിരിക്കും നമ്മുടെ അഡ്മിഷൻ നടക്കുക. നമ്മുടെ ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ മോഡ് മാറി ഈ വർഷം ഫുള്ളി ബേസ്ഡ് ഓൺ കമ്പ്യൂട്ടർ ടെസ്റ്റാണ്. മീൻസ് CBT എന്നാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ലെവൽ എക്സാംസായ JEE, നീറ്റ് അതുമായിട്ട് ഏകദേശം കിടപിടിക്കുന്ന രീതിയിൽ കൂടെ തന്നെയാണ് എക്സാം വരുന്നത്. ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നേരത്തെ തന്നെ റിസൾട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. കഴിഞ്ഞ വർഷങ്ങളിലേക്കാളൊക്കെ വളരെ നേരത്തെ തന്നെ, കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമുക്ക് നല്ല ടൈം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ആകെ അങ്ങ് ഫെഡപ്പ് ആവും. കാരണം ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് വേണം അടുത്തതൊന്ന് തീരുമാനിക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഡിലേ ഉണ്ടാവില്ല. വളരെ നേരത്തെ തന്നെ റിസൾട്ട് വരുന്നതുകൊണ്ട് അടുത്തത് എന്താണെന്നുള്ളത് ഉടൻ തന്നെ തീരുമാനിക്കാം. ഓക്കെ, അത് എൻ്റെ നോട്ടത്തിൽ ഏറ്റവും ഒരു പോസിറ്റീവായിട്ട് ഇതിന് തോന്നിയത്. രണ്ടാമത്തേത് ഈ എക്സാമിൻ്റെ മോഡാണ്. എക്സാമിൻ്റെ മോഡെന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് മോർണിംഗും നെക്സ്റ്റ് ആഫ്റ്റർനൂണുമായിട്ട് 2 എക്സാംസ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ഫസ്റ്റ്, മാത്സ് സെക്കൻഡായിട്ട്, അങ്ങനെ മോർണിംഗും ആഫ്റ്റർനൂണും ആണെങ്കിൽ ഇനി ഒരൊറ്റ എക്സാംസേ ഉള്ളൂ. 3 അവേഴ്സ് സിംഗിൾ എക്സാമാണ്. ഓക്കെ, സിംഗിൾ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു 3 മണിക്കൂർ എക്സാമാണ് നടക്കുന്നത്. അതിനെ തരംതിരിച്ചേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 75 മാർക്സ് നമ്മുടെ ഏറ്റവും വലിയവനാരാ? മാത്സ്. അവൻ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റമില്ല. ഓക്കെ, നിങ്ങൾ ഏത് എക്സാംസിനെയും നോക്കുമ്പോഴും ഇവൻ്റെ പൊസിഷൻ അത്രയ്ക്ക് ഹൈ ആണ്. രണ്ടാമത്തെ 75 ക്വസ്റ്റ്യൻസുകൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, 45ഉം 30ഉമായിട്ട്. ഓക്കെ, ഇങ്ങനെയാണ്. അത് ഫിസിക്സ് ആണ് 45, കെമിസ്ട്രി എത്രയാണ്? 30. ഇങ്ങനെ രീതി. അപ്പോൾ റേഷ്യോയ്ക്ക് വ്യത്യാസമില്ല കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളുടെ റേഷ്യോ സെയിം ആണെങ്കിലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് പഠിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ക്വസ്റ്റ്യൻസിന് എണ്ണം കുറയും തോറും നമുക്ക് ബുദ്ധിമുട്ട്. കാരണം ക്വസ്റ്റ്യൻസ് കിട്ടാൻ ടഫായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത്തിലൂടെ കൂടുതൽ പഠിച്ചെങ്കിലേ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ എക്സാമിൻ്റെ രീതികൾ. നെക്സ്റ്റ് നമുക്ക് ഏകദേശം മെയ് 15 ആയിരിക്കും എക്സാം നടക്കാൻ സാധ്യത, സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത. ഒരു 5-6-7 ദിവസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇത് 8 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം ഒരു 20,000 പേരെ വെച്ചൊക്കെ ഒരു ദിവസം കണ്ടക്ട് ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ കോളേജസും എടുക്കും. ഏകദേശം നല്ല കുറേ കോളേജസുകളെ സെലക്ട് ചെയ്തിട്ട് അവിടെയായിരിക്കും ഇത് നടത്തുക. നമ്മുടെ JEE എക്സാംസൊക്കെ അങ്ങനെ 10-12 ദിവസങ്ങൾ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ അതേപോലെ തന്നെ ആയിരിക്കും. കുറേ ദിവസങ്ങൾ, ഏകദേശം ഒരു 10 ദിവസം മാക്സിമം, അതിനുള്ളിലെല്ലാം കംപ്ലീറ്റും ചെയ്യും. ഓക്കെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ചിലപ്പോൾ ഈ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ നമുക്ക് കോൾ ചെയ്യും. അപ്പം എല്ലാവരും അത് നോക്കി ചെയ്യണം. അതൊക്കെ നമ്മുടെ ചാനൽ ഉടൻ തന്നെ എത്തും. എങ്ങനെയൊക്കെയാണെന്നുള്ള ക്ലിയർ ആയിട്ട് എത്തും ആ ടൈം ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏകദേശം വലിയ വലിയ ചേഞ്ചസുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. വേറെ വലിയ ചേഞ്ചസുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. ഉള്ളതെല്ലാം, പുതിയതായിട്ടുള്ളതെല്ലാം നമ്മുടെ ചാനലിൽ കൂടെ ഉടൻ തന്നെ നിങ്ങളെത്തിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും മാക്സിമം എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്തിട്ടേ ക്ലാസ്സുകളൊക്കെ അടിപൊളിയായിട്ട് വരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.